ത്രിയേക ദൈവത്തിന് സ്തുതി. സഭയുടെ പാവനമായ കാലമാണ് നോമ്പുകാലം. 5 നോമ്പുകാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ വലിയ നോമ്പ്. ഈ വലിയ നോമ്പുകാലം വിശുദ്ധ വചനം കൂടുതൽ പഠിക്കുവാനും അത് ധ്യാനിക്കുവാനും ഉള്ള കാലമാണ്. നോമ്പിൽ നാം ധ്യാനിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ മോശയാണ്. മോശയെക്കുറിച്ചാണ് ഈ ധ്യാനം. പുറപ്പാട് പുസ്തകത്തിൽ മോശയെക്കുറിച്ച് ദീർഘമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശ 7 തവണ പർവ്വതത്തിൽ കയറിപ്പോവുകയും ഇറങ്ങി വരികയും ചെയ്തു എന്ന് പുറപ്പാട് പുസ്തകം രേഖപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു: യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, മുമ്പലത്തെ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിലുണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരേണം. അങ്ങനെ ദൈവം മോശയോട് കൽപ്പിച്ച് മോശ 7-ാം തവണ പർവ്വതം കയറുകയാണ്. വീണ്ടും നാം വായിക്കുന്നു 28-ാമത്തെ വാക്യത്തിൽ, അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 രാവും 40 പകലും യഹോവയോട് കൂടെ ആയിരുന്നു. ദൈവത്തോടു കൂടെ 40 രാവും 40 പകലും മോശയായിരുന്നു എന്നുള്ളത് നോമ്പുകാലത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്മരണയാണ്. എന്തിനാണ് ജനത്തോടുകൂടെ മാത്രം നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയത്? വെൻ യു ആർ ലീഡിങ് എ കമ്മ്യൂണിറ്റി, when you are in the community, it is important to be away. മോശ ദൈവത്തിങ്കിലേക്ക് എന്തിന് കയറിപ്പോയി എന്നുള്ളതിന് ഗ്രിഗറി ഓഫ് നീസ എന്ന സഭാപിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്: അങ്ങനെ മോശ ദൈവത്തിങ്കിലേക്ക് കയറിപ്പോയതിനാൽ മനുഷ്യകുലത്തിന് ദൈവത്തിങ്കിലേക്കുള്ള ഉയർച്ച എങ്ങനെയെന്നുള്ള ഗൈഡൻസ് ലഭിച്ചു. മോശ ദൈവത്തിങ്കിലേക്ക് കയറിപ്പോയതിനാൽ മനുഷ്യകുലം ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു. അഥവാ ഡിറ്റാച്ച്മെൻറ്റിലാണ് അറ്റാച്ച്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്ന തിരിച്ചറിവ് ലഭിക്കുന്നത്. എന്നു മാത്രമല്ല, മോശ 40 ദിവസം ദൈവസന്നിധിയിലായി കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു. വാക്യം 29. തൻ്റെ സ്നേഹിതരും തൻ്റെ കൂടെ പ്രവർത്തിച്ചവരും താൻ കൊണ്ടുവന്നവരും ചെയ്ത പ്രവർത്തികൾ കണ്ട് ദേഷ്യം പൂണ്ട് കൽപ്പലക പൊട്ടിച്ചു കളഞ്ഞ മോശയ്ക്ക് ഒരു പുതിയ ജീവനും പുതിയ ധൈര്യവും പുതിയ പ്രകാശവും പുതിയ ശരീരവും ലഭിക്കുകയാണ്. ഇഹലോകയാത്രയിൽ ജീവിക്കുമ്പോൾ നിരാശയും വേദനകളും പരാതികളും ആരോപണങ്ങളും ദുഷിപ്പുകളും ഒക്കെ തളർത്തിക്കളയാവുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ വേറിട്ട് മാറി നിന്ന് ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ മോശയെപ്പോലെ നമ്മുടെ ഉള്ളത്തെയും നമ്മുടെ അന്തരംഗത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ധാരണകളെയും രൂപാന്തരപ്പെടുത്തുകയും അത് ചൈതന്യമുള്ളതാക്കി തീർക്കുകയും നമ്മളെ പുതിയ മനുഷ്യരാക്കുകയും ചെയ്യും. ആയതുകൊണ്ട് മോശയെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒരു മാറിപ്പോകൽ ആവശ്യമാണ്. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം യേശുവും തൻ്റെ പരശുശ്രൂഷയുടെ പ്രാരംഭത്തിലും അതിൻ്റെ ഒടുക്കത്തിലും അതിൻ്റെ മധ്യത്തിലും ഇടയ്ക്കൊക്കെ തന്നെയും യേശു ജനക്കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയി വേറിട്ടുപോയി പ്രാർത്ഥിച്ചു എന്ന് രേഖപ്പെടുത്താറുണ്ട്. ഇതെന്താണ്? പിതാവാം ദൈവവുമായുള്ള പുത്രൻ്റെ സംസർഗത്തിലൂടെയാണ് പുത്രൻ പോലും ഈ ലോകത്തിൽ പ്രവർത്തിച്ചത്. ആയതുകൊണ്ട് ഈ നോമ്പുകാലം എന്നോടും നിങ്ങളോടും പറയുന്നത് ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവത്തിങ്കിലേക്ക് മാറിയിരിപ്പാൻ അല്പസമയം, അല്പനിമിഷം, അല്പം ശിക്ഷണം നമുക്ക് ആവശ്യമുണ്ട്. അത് ഈ ലോകത്തിൽ സക്രിയമായി ഇടപെടാൻ, ചൈതന്യത്തോടെ ഇടപെടാൻ, പുതിയ മുഖപ്രകാശത്തോടെ ഇടപെടുവാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.